പൂർത്തിയായിട്ടുള്ള മക്കൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതൊക്കെ ഞങ്ങളുടെ മക്കളെ കൂടെ അന്തിയുറങ്ങാനും ഭർത്താക്കന്മാരെ കൂടെ അന്തിയുറങ്ങാനാണ്. നിസാര ഒരു വോട്ടിന് വേണ്ടി എത്തിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നത് അവന്മാരുടെ കയ്യിലിരിപ്പം നാക്കെന്ന് വരണതിന്റെ ഒക്കെ കുഴപ്പങ്ങളാണെന്ന് ഇതുവരെ അവന്മാർക്ക് മനസ്സിലായില്ല. പക്ഷെ നാട്ടുകാർക്ക് എല്ലാം ബോധ്യപ്പെട്ട്. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായിപ്പോയി. കണ്ടു നിന്റെയൊക്കെ അന്തസ്സിപ്പൊ ഞാൻ കണ്ടു. പാർട്ടിപ്പെട്ടവരൊക്കെ സ്വന്തം അമ്മമാരെ പെങ്ങന്മാരെ കൂടപ്പിറപ്പുകളെയൊക്കെ പെണ്ണുങ്ങളെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്തിട്ടും എതിർ പാർട്ടിക്കാർക്ക് കാഴ്ച വെച്ചിട്ടൊക്കെയാണെന്ന് വോട്ട് മേടിച്ചത്. അതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആൺമക്കൾക്ക് പെൺപിള്ളേരെ കൊണ്ടുവരുന്നുണ്ട് കെട്ടിച്ചോണ്ട്. അതൊക്കെ അവന്മാരുടെ കൂടെ കിടക്കാനാണെന്ന്. സോറി മാമ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ പറഞ്ഞ. ക്ഷമിക്കണം, ആളറിയാതെ പറഞ്ഞു പോയതാണ്. ഇവനൊക്കെ ഇത്രയും നെഞ്ചു വിരിച്ച് നിന്ന് ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി കൊടുക്കണല്ല. സ്ത്രീപക്ഷം, ജനകക്ഷം, ഹൃദയകക്ഷം. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. വർഗീയത വർഗീയത പറഞ്ഞാണ് BJPയുടെ വോട്ടുകൾ മൊത്തം വാങ്ങിച്ചത്. ആരാണ് വർഗീയത പറയണത് കാണിക്കണത്? ആരോട് ഈ പൊന്ന തോന്നിയാസങ്ങൾ യാതൊരു ഉളുപ്പും ഇല്ലാതെ കാണിച്ചു കൂട്ടണത്? ഈ പ്രസംഗിച്ച വിവരദോഷി ഉണ്ടല്ല, അവൻ ലോക്കൽ സെക്രട്ടറി ആണെന്ന്, പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നെന്ന്. ഒരു ലോക്കൽ സെക്രട്ടറി ആണെങ്കിൽ എത്ര നാൾ കൊടിയും പിടിച്ച് ചെരുപ്പും തേഞ്ഞ് അവന്മാരുടെയൊക്കെ കാലും നക്കി എത്ര വർഷങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോഴെങ്കിലും വന്നൊന്ന് അന്വേഷിക്കാൻ തോന്നിയല്ലോ. 3 മാസമായിട്ട് ഒരേ കിടപ്പ. ഇവ എന്തും മാത്രം ഉണ്ടായിട്ടാണ് ഇവൻ നിന്ന് പറയണത്. എന്തെങ്കിലും ഇതിന്റെ പിറകെ ഗ്യാസ് വന്നാൽ ഞാനങ്ങ് എടുക്കുന്നു. അതും കുറെ കൂടുതൽ വിവരദോഷിയല്ല എന്റെ കാലിന്റെ ചോട്ടിന്ന്. രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? സ്വന്തം പ്രസ്ഥാനത്തിൽ നിന്ന് എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടണമെന്നും നാട്ടുകാർ എങ്ങനെ നിങ്ങളുടെയൊക്കെ മുഖം നോക്കി അതിനൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്യുക. നിന്നെ പോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടാ, കരയിപ്പിച്ചിട്ടുണ്ട്. കയ്യൂക്കൊണ്ടല്ല, നാവിന്റെ ബലത്തില്.